അജ്ഞാനത്തിൻ്റെ തമസിൽ ആണ്ടുപോയ ഭാരതഭൂമിയെ ഒരു ജ്ഞാനസൂര്യനായി അവതരിച്ച് ഉദ്ധരിച്ച മഹാത്മാവാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ. ശ്രീശങ്കരൻ്റെ തിഷണ സ്പർശിക്കാത്ത ഒരു വിഷയവും ദാർശനിക മേഖലയിലില്ല. എഴുതേണ്ടതെല്ലാം എഴുതി 16-ാം വയസ്സിൽ നാരായം താഴെ വെച്ചു എന്നാണ് വിശ്വാസം. 16-കാരൻ എഴുതിയതാകട്ടെ ലോകമെങ്ങുമുള്ള ദാർശനികരെ ഇന്നും പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്. ശാസ്ത്രത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ സംശയത്തിനിടയില്ലാതെ അദ്ദേഹം ഭാഷ്യങ്ങളിൽ എഴുതി. അതുകൊണ്ടാണ് തത്വശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ആചാര്യ ഭഗവത് പാദർക്ക് പറയാൻ കഴിയാത്ത വല്ലതും ഈ ഭൂമുഖത്ത് മറ്റൊരാചാര്യന് പറഞ്ഞു തരാനാകില്ലെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അദ്വൈതിയായ ശ്രീശങ്കരൻ മഹാഗണപതി തുടങ്ങി ഹനുമാൻ വരെയുള്ള മൂർത്തികളെ സ്തുതിച്ച് രചിച്ചിട്ടുള്ള സ്തോത്രങ്ങൾ അനശ്വരങ്ങളാണ്. ക്ഷേത്രപൂജാവിധികളും സന്യാസ സമ്പ്രദായങ്ങളും ചിട്ടപ്പെടുത്തി സനാതനധർമ്മത്തെ അദ്ദേഹം ഉദ്ധരിച്ചു. ലോകത്ത് പർവ്വതങ്ങളുടെ ചക്രവർത്തി ഹിമവാനാണെങ്കിൽ പണ്ഡിതരുടെ ചക്രവർത്തിയാണ് ശ്രീ ശങ്കരാചാര്യർ. ഭാരതത്തെ ആധ്യാത്മികവും ഭൂമിശാസ്ത്രപരമായും അഖണ്ഡമെന്ന സങ്കല്പം നൽകിയത് ശ്രീ ശങ്കരസ്വാമികളാണ്.